ശത്രുക്കളെ സ്നേഹിക്കുവാൻ ക്രിസ്തുവിൽ ആഗ്രഹിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 27 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ്. സുവിശേഷത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് ശത്രുക്കളെ സ്നേഹിക്കാനും നന്മ ചെയ്യാനും അവരെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവാനും പറയുകയാണ്. ഒന്നാമതായി വെല്ലുവിളികളോട് പ്രതികരിക്കുവാൻ ക്രിസ്തു അവരെ പഠിപ്പിക്കുകയാണ്. സ്നേഹിച്ചും നന്മ ചെയ്തും അനുഗ്രഹിച്ചും പ്രാർത്ഥിച്ചും നൽകിയും ക്രിസ്തു ചെയ്തതുപോലെ വെല്ലുവിളികളോട് പ്രതികരിക്കാൻ യേശു തൻ്റെ ശിഷ്യന്മാരെ ക്ഷണിക്കുകയാണ്. ഒരു ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി സ്നേഹിക്കാത്തവരെ സ്നേഹിക്കുവാനും ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവാനും അങ്ങനെ തിന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്ത് കൊടുക്കുവാനുമാണ്. രണ്ടാമതായി ദൈവം ജീവിക്കുന്നത് പോലെ ജീവിക്കുവാനുള്ള ക്ഷണമാണത്. യേശുവിനെ അനുഗമിക്കുന്നവർ ദൈവം ചെയ്യുന്നത് പോലെ ജീവിക്കണം. പ്രതീക്ഷിക്കുന്നതിലും മനസ്സിലാക്കുന്നതിലും അപ്പുറം കരുണയോടും ഔദാര്യത്തോടും കൂടി ജീവിക്കുവാനുള്ള ക്ഷണമാണ് ഇത്. മൂന്നാമതായി പ്രത്യുപകാരം മാത്രം പോരാ. മനുഷ്യഹൃദയത്തിൻ്റെ ആഴത്തിലുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ ഉപകാരങ്ങൾ മാത്രം പോരാ. നന്മപ്രവർത്തികളും ഉപവിപ്രവർത്തികളും സ്നേഹിക്കാത്തവരെയും സ്നേഹിക്കുവാൻ ഉള്ള വലിയ ശക്തിയും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. 4. ദൈവത്തെപ്പോലെ പ്രവർത്തിക്കുക. ദൈവത്തെപ്പോലെ പ്രവർത്തിക്കാൻ പഠിക്കുന്നതിലൂടെ, പ്രത്യേകിച്ച് ദൈവത്തെപ്പോലെ നിരുപാധികമായി സ്നേഹിക്കുന്നതിലൂടെ ആളുകൾക്ക് ക്രിസ്തു പദ്ധതിയാൽ സമാധാനവും ഐക്യവും നൽകുവാനും അവർക്ക് നമ്മിലൂടെ അത് കണ്ടെത്തുവാനും സാധിക്കുന്നു. അതുകൊണ്ടാണ് ശത്രുക്കളെപ്പോലും സ്നേഹിക്കുവാൻ, തിന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്യുവാൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവാൻ കർത്താവ് പറയുന്നത്. 5. കരുണ ഉള്ളവർ ആയിരിക്കുക. തങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും മറ്റുള്ളവരോട് കരുണ ഉള്ളവർ ആയിരിക്കുക എന്ന്. ദൈവത്തെ പോലെ ആക്കുവാൻ ദൈവം മനുഷ്യനിൽ നടത്തുന്ന വലിയ ഒരു പരിശ്രമമായി ഇതിനെ നമുക്ക് കാണാം. നമുക്ക് സാധിക്കുകയില്ല എന്നൊരിക്കലും ദൈവം ഇതൊക്കെ പറയുമ്പോൾ പറഞ്ഞിട്ടില്ല. അതിനാൽ നിനക്കത് സാധിക്കും, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്ന ക്രിസ്തുവിൻ്റെ ആവർത്തിച്ചുള്ള ബോധ്യം ആണ് ഈ സുവിശേഷ ഭാഗം, വചനങ്ങൾ ഒക്കെയും തന്നെ. നിൻ്റെ ദൈവം കരുണയുള്ളവനായിരിക്കുന്നത് പോലെ, നിൻ്റെ ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെയൊക്കെ നീയും ആയിരിക്കുക എന്ന് പറയുമ്പോൾ നിനക്കത് സാധിക്കും എന്ന് കർത്താവ് അടിവരയിട്ട് നമ്മോട് പറയുകയാണ്. 6. അതുകൊണ്ട് കർത്താവ് പറയും, വിധിക്കരുത്. ആളുകൾ വിധിക്കുകയോ അവരോട് പ്രതികാരം ചെയ്യുകയോ അരുത്, പകരം ക്ഷമിക്കണം. നിനക്കും ആ ക്ഷമ കിട്ടും എന്ന് തന്നെയാണ് കർത്താവ് പഠിപ്പിച്ചത്. ക്ഷമിക്കുവാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നതാണ് ദൈവത്തിലേക്ക് വളരുവാനുള്ള മറ്റൊരു പടി. ആരെയും നീ വിധിക്കാതെ ഇരിക്കുക. 7. നൽകുക. നമ്മൾ മറ്റുള്ളവർക്ക് നൽകുമ്പോൾ നമ്മൾക്ക് ദൈവം നിറച്ച് നൽകും. നമ്മൾ നൽകുന്നത് നന്മ മാത്രമാകുമ്പോഴോ നമ്മിൽ ദൈവം നന്മ കൊണ്ട് നിറയ്ക്കും. അതിനാൽ ശത്രുക്കളെപ്പോലും നീ സ്നേഹിക്കണം. നിന്നെ ശത്രുവായി കാണുവാൻ സാധ്യതയുള്ള നിൻ്റെ തിന്മകളുടെ മേൽ ദൈവം അനുഗ്രഹമായി നിലകൊള്ളും. ഏറ്റവും ഒടുവിലായി നീ ക്രിസ്തുവിൻ്റെ ശിഷ്യനായി തീരുക എന്നതാണ്. വീണ്ടും വീണ്ടും ആ ശിഷ്യത്വത്തിലേക്ക് വളരുക എന്നതാണ്. ഒടുവിൽ നീ ക്രിസ്തുവായി തീരുക. പ്രിയരെ, ക്രിസ്തുവായി തീരുവാനുള്ള ഈ യാത്രയിൽ നമുക്ക് ക്രിസ്തുവിൻ്റെ കരം പിടിച്ച് മുന്നേറാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവത്തോളം സ്നേഹിക്കുന്ന സ്നേഹിതരില്ല. ദൈവത്തെ പോൽ കൂടെ നിൽക്കും കൂട്ടരുമില്ല. ദൈവത്തെക്കാൾ കാത്തുകൊള്ളും ഉറ്റവരില്ല. ദൈവം തുണയില്ല എങ്കിൽ ഒന്നുമില്ല. ദൈവത്തോളം സ്നേഹിക്കുന്ന സ്നേഹിതരില്ല. ദൈവത്തെ പോൽ കൂടെ നിൽക്കും കൂട്ടരുമില്ല. ദൈവത്തെക്കാൾ കാത്തുകൊള്ളും ഉറ്റവരില്ല.
സ്നേഹിതരില്ല. ദൈവത്തെ പോൽ കൂടെ നിൽക്കും കൂട്ടരുമില്ല.